ഡോക്ടർ വി ശിവദാസൻ, നേരത്തെ താങ്കൾ പറയാതെ പോയ മറുപടി ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷത്തെ അംബേദ്കർ വിവാദം ഒരുമിപ്പിച്ചോ എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രതിപക്ഷത്തെ നേതൃത്വം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ മമത പ്രതികരിക്കുന്നു, മുന്നണിയുടെ നേതൃത്വം താൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. അതിനെ ലാലു പ്രസാദ് യാദവ് പിന്തുണയ്ക്കുന്ന സാഹചര്യം വരുന്നു. പിന്നീട് ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ എതിർപ്പ്, രാഹുലിൻ്റെ ഈ സവർക്കറിനുമായി ബന്ധപ്പെട്ട സവർക്കറിനെതിരായ പ്രസ്താവനയിൽ ഉദ്ധവ് താക്കറെ പ്രകടിപ്പിച്ച എതിർപ്പ്, അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണം, ഇതൊക്കെ ഒരു മുന്നണിയിലെ പ്രശ്നങ്ങളായി വന്നിരുന്നു. തുടർച്ചയായി അദാനി വിഷയം ഉന്നയിക്കുന്നതിൽ എസ് പിക്കും എതിർപ്പുണ്ടായിരുന്നു. അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വിഷയമല്ല ഉന്നയിക്കേണ്ടത് എന്നുകൂടി എസ് പി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിലും അദാനി വിഷയം ഉന്നയിച്ചതാണ് അമിത്ഷായെ പ്രകോപിപ്പിച്ചത് എന്ന് പറഞ്ഞ രാഹുൽ വളരെ ചെറിയ വാചകങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുമുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ ആകെ തുക? പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കാൻ ഈ വിവാദത്തിന് കഴിഞ്ഞു എന്നാണോ? ഈ വിവാദത്തിന് ശേഷവും അദാനി വിഷയം എന്നതിലാണ് കൂടുതൽ ഊന്നേണ്ടത് എന്ന് രാഹുൽ എടുത്തു പറയുകയാണ്. സ്മൃതി, അമ്മയെ തല്ലുമ്പോൾ അമ്മയെ സ്നേഹിക്കുന്ന മക്കളെല്ലാം കൈകോർത്ത് പിടിക്കുമല്ലോ. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അതിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മഹാപാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ചരിത്ര പുരുഷന്മാരെ അവഹേളിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള സകല മനുഷ്യർക്കും കൈകോർത്ത് പിടിക്കേണ്ടി വരും. ഇപ്പോഴിവിടെ BJPയുടെ പ്രതിനിധിയായ ബഹുമാന്യനായിട്ടുള്ള വ്യക്തി ഇവിടെ സംസാരിച്ചതിലേക്ക് തന്നെ വരാം. എത്രമേൽ അബദ്ധമാണ്, കളവുകളാണ് നീചമായ നിലയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ RSSനെ കുറിച്ച് പറഞ്ഞത്? അംബേദ്കറിൻ്റെ തിരഞ്ഞെടുപ്പ് ഏജൻ്റായിരുന്നു RSSൻ്റെ പ്രതിനിധിയെന്നു. ഇവർ തന്നെയല്ലേ പറയുന്നത് RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല, സാംസ്കാരിക സംഘടനയാണെന്ന്? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? RSS ഒരു രാഷ്ട്രീയ സംഘടനയാണ്, RSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സംഘടനയാണ്, RSSന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നല്ലേ? ആ രാഷ്ട്രീയ ലക്ഷ്യമുള്ള RSSനെ കുറിച്ച് 1952 ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അംബേദ്കറിൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? RSSുമായും ഹിന്ദു മഹാസഭയുമായും യാതൊരു ബന്ധവുമില്ലാതെ ആയിരിക്കും പ്രവർത്തനമെന്ന മാനിഫെസ്റ്റോ മുന്നോട്ട് വച്ചിട്ടാണ് പോയത് എന്നുള്ളത് ഓർഗനൈസറിലെ കളവ് വായിച്ച് മാത്രം ശീലമുള്ള ആളുകൾക്ക് മാത്രമേ ബോധ്യമാവാതിരിക്കൂ. രണ്ട്, എന്താണ് മഹാനായ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഭരണഘടനയെക്കുറിച്ച് RSS രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം? ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒന്നുകൂടി ഓർക്കണം, അത് 1949 നവംബർ മാസത്തിൽ ഭരണഘടന അംഗീകരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് RSSൻ്റെ ഓർഗനൈസർ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണഘടനയാണെന്നും സംവരണം ഉൾപ്പെടെ നൽകിയിട്ടുള്ളതിനെ അതിനിശിതമായി വിമർശിച്ചും കൊണ്ട് RSSൻ്റെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള ലേഖനം വിസ്മരിച്ചു പോകരുത്. എന്തായിരുന്നു അംബേദ്കറിനെ വിശേഷിപ്പിച്ചത്? എന്തായിരുന്നു അംബേദ്കറിന് നേതൃത്വം നൽകിയിട്ടുള്ള ഭരണഘടനയ്ക്ക് നിങ്ങൾ കൊടുത്ത പേര്? ഏറ്റവും മോശപ്പെട്ടത്, ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾ എഴുതി. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇന്ത്യൻ ജനതയുടെ സമരങ്ങളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള സമര സന്ദേശത്തിൻ്റെ അടയാളമായിട്ടുള്ള ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി മാറുന്നത് നിങ്ങൾ അംഗീകരിച്ചിരുന്നില്ല, RSS അംഗീകരിച്ചിരുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ഏത് പതാകയായിരിക്കണം എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു നോക്കണം. പിന്നെ പറഞ്ഞു, എന്താണ്? അംബേദ്കറിൻ്റെ പ്രതിമ ഞങ്ങളാണ് സ്ഥാപിച്ചത്, അംബേദ്കറിൻ്റെ ചിത്രം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. അയ്യോ മഹാനുഭാവൻ, അങ്ങ് അറിയുക, 1967 ഇന്ത്യൻ പാർലമെൻറ്റിൽ അംബേദ്കറിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത്. അന്ന് BJP ഭരണത്തിലുണ്ടായിട്ടില്ല, BJP പിന്തുണ കൊടുക്കുന്ന സർക്കാരായിരുന്നില്ല അധികാരത്തിലുണ്ടായിരുന്നത്. അന്ന് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഏതൊരു വ്യക്തിയും കടന്നു വരുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന വശത്തായിരുന്നു ഇന്ത്യയുടെ മഹാനായ പുത്രൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുന്ന ഈ വേളയിലാണ് അംബേദ്കർ എന്ന മഹാനായ മനുഷ്യൻ്റെ പ്രതിമ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് ആരും കാണാത്ത മൂലക്ക് കൊണ്ടുപോയിട്ട് അംബേദ്കറിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. അങ്ങനെ അംബേദ്കറിൻ്റെ പ്രതിമ ഒരു രാത്രിയിൽ ആരും കാണാതെ പൊളിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ട് സ്ഥാപിക്കുന്നതിനായിട്ട് പാർലമെൻറ്റിലും പാർലമെൻറ്റിന് പുറത്തും മുദ്രാവാക്യം വിളിച്ച മനുഷ്യർ നിങ്ങളുടെ ഈ കൊടിയ നുണ അംഗീകരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അംബേദ്കർ എന്ന മഹാനായ മനുഷ്യനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിക്കുകയും
ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോടും ബഹുജനങ്ങളോടും അംബേദ്കറിൻ്റെ കൃതികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആനന്ദ് തെക്കുംബ്ലെ എവിടെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്? ജയിലറയിൽ. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അംബേദ്കർ കൃതികളെക്കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചു. ദളിത് ജനവിഭാഗത്തിൻ്റെ, ഈ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തെ നിങ്ങൾ ജയിലിലടച്ചത്? ഇനി എന്തെല്ലാം നമുക്കിവിടെ പറയാനുണ്ട്. ഇതാ നിങ്ങൾ നോക്കൂ, നിങ്ങൾ തന്നെ ഭരണഘടനയെക്കുറിച്ച് ഇന്നലകളിൽ പറഞ്ഞിട്ടുള്ളത്, RSS അംബേദ്കറിനോട് എടുത്തിട്ടുള്ള സമീപനം, ഇതൊക്കെ RSSൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സമീപനത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് നിൽക്കുകയാണ്. ഇനിയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അത് RSSൻ്റെ രാഷ്ട്രീയത്തോട് അംബേദ്കർ പുലർത്തിയിട്ടുള്ള നിശിതമായിട്ടുള്ള വിമർശനമാണ്. അത് ജാത്യാചാരത്താൽ മുഖരിതമായിട്ടുള്ള ഒരു രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും RSS ആ ജാത്യാചാരത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ള അംബേദ്കറിൻ്റെ വിമർശനമാണ്. നിങ്ങൾ മഹത്തായിട്ടുള്ള ഭാരതത്തിൻ്റെ ജാത്യാചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൗരാണികതയെക്കുറിച്ച് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുന്നവരാണ്. തൊഴിൽ ചെയ്യുന്നതിന് ജാതി ആയിക്കൊള്ളട്ടെ എന്ന് പറയുന്നവരാണ്. ജാതി അനുസരിച്ച്, കുലത്തിൻ്റെ മഹിമയനുസരിച്ച് തൊഴിൽ നിശ്ചയിക്കപ്പെടട്ടെ എന്ന് പറയുന്നവരാണല്ലോ. എന്നാൽ അംബേദ്കർ അങ്ങനെയല്ല പറഞ്ഞത്. അംബേദ്കർ എന്താണ്? ഓരോ വ്യക്തിക്കും അയാളുടെ തൊഴിലും അയാളുടെ ജീവിതവും മഹനീയമാണ് എന്ന് തന്നെയാണ് അംബേദ്കർ പറഞ്ഞത്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഭൂമി, കൃഷിഭൂമി, അത് ദേശസാൽക്കരിക്കുന്നതിനെക്കുറിച്ച് കൂടിയുള്ള കൂട്ടായ ഉത്തരവാദിത്വത്തിലൂടെയുള്ള കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. ആ അംബേദ്കറിൻ്റെ വീക്ഷണവും RSSൻ്റെ വീക്ഷണവും രണ്ടും എത്രയോ വിദൂരങ്ങളിലാണ് കിടക്കുന്നത് എന്നുള്ളത് നല്ലതാണ്. ഹിന്ദു രാജ്യം എന്നൊരു ആശയം അങ്ങനെയൊന്നും നടപ്പാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. RSS എന്നതിൻ്റെ രാഷ്ട്രീയ മുഖമാണല്ലോ BJP. RSSും BJPയും ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നുള്ളത് അവരുടെ ഇന്നലകളിലെ പ്രവർത്തനവും പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ എന്താണ്, RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല എന്ന് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ചർച്ചയ്ക്ക് BJPയുടെ പ്രതിനിധിയായിരിക്കുന്ന ബഹുമാന്യയായ ജയസൂര്യൻ എന്താണ് പറഞ്ഞത്? അംബേദ്കറിൻ്റെ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് RSS എന്ന് പറയുകയാണ്. RSSന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. RSSൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അത് തുറന്നു പറയുന്നതല്ല. ലോകത്തിലെ എല്ലാ ഭീകരവാദ സംഘടനകൾക്കുള്ള ഒരു പൊതു സ്വഭാവം എന്താണ്? അത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ലോകത്തിലെ എല്ലാ ഭീകര സംഘടനകൾക്കും, അത് IS ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ലക്ഷറി തോയ്ബ ആവട്ടെ, ഇവരുടെയൊന്നും മെമ്പർഷിപ്പിലെ അംഗങ്ങളെക്കുറിച്ച് ഇവർ പുറത്ത് പറയാറില്ല. RSSൻ്റെ മെമ്പർഷിപ്പ് പട്ടിക നോക്കിക്കോ, നിങ്ങൾക്ക് മെമ്പർമാരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാവില്ല. RSSൻ്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച്, അതിനെക്കുറിച്ച് കൃത്യമായൊരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ RSSൻ്റെ സ്ഥാപകരെന്ന്, RSSൻ്റെ ദൈക്ഷണിക മുഖമെന്ന് പറയുന്നവരുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി അതിനകത്ത് കാണാൻ കഴിയും RSS ലക്ഷ്യമിടുന്നത് ആരെയാണ്, എന്താണ് RSSൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് അംബേദ്കറിനെ അപമാനിക്കുക എന്നുള്ളത്, അംബേദ്കറിനെ ചെറുതാക്കുക എന്നുള്ളത് RSSൻ്റെ പദ്ധതിയാണ്. അതാണ് മോദിയുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.